ഇന്ത്യ F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിടുന്നു എന്നാണ് വിവരം. റഫേൽ പാത പിന്തുടർന്ന് ഈ പുതിയ നീക്കം നടപ്പിലായാൽ അത് വലിയ സൈനിക നേട്ടമാകും. ഇന്ത്യൻ വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് പരിഹരിക്കാനാണ് ഈ പുതിയ പദ്ധതി. 2016 ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിയ റഫേൽ യുദ്ധവിമാനങ്ങളുടെ സമാനമായ ഒരു കരാറായിരിക്കും രാജ്യം ഉണ്ടാക്കുക എന്ന് വേണം കരുതാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പത്രസമ്മേളനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകി. സൈനിക ഉപകരണങ്ങൾ ഇന്ത്യക്ക് വിൽക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വ്യോമസേന നിലവിൽ യുദ്ധവിമാനങ്ങളുടെ കുറവ് നേരിടുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. 43 സ്ക്വാഡ്രണുകൾ വേണ്ടിടത്ത് നിലവിൽ 31 സ്ക്വാഡ്രണുകൾ മാത്രമേ സേവനത്തിൽ ഉള്ളൂ. സുരക്ഷാ കാരണങ്ങളാൽ MiG-21 വിമാനങ്ങളുടെ 2 സ്ക്വാഡ്രണുകൾ വളരെ കുറച്ചു മാത്രമേ ഉപയോഗിക്കാനാകൂ. യഥാർത്ഥ ശക്തി അപ്പോൾ വെറും 29 സ്ക്വാഡ്രണുകൾ ആണ് എന്ന് വ്യക്തമാകും. ഇന്ത്യ F-35 വ്യോമസേനയുടെ പ്രധാന ആക്രമണ വിമാനമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആണ് മനസ്സിലാകുന്നത്. വലിയ സംഖ്യയിൽ അത് വാങ്ങിക്കൂട്ടാനും ഉദ്ദേശിക്കുന്നില്ല. അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. അതിന് കീഴിൽ തദ്ദേശീയമായ യുദ്ധവിമാനങ്ങളാണ് വികസിപ്പിക്കുന്നത്. അതിന് പകരമാകില്ല ഈ F-35 വിമാനങ്ങൾ. അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം 2036 സാധ്യമാകുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഒരൽപ്പം വൈകാനും സാധ്യതയുണ്ട്. റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് F-35 യുദ്ധവിമാനങ്ങളുടെ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. F-35 വിമാനങ്ങളെ റഷ്യൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനവുമായി സംയോജിപ്പിക്കുന്നതിനെതിരെ ആണ് അമേരിക്ക നിലപാടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ F-35 വാങ്ങുന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഏക ഔദ്യോഗിക പ്രതികരണം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടേതാണ്. F-35 വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടി ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനങ്ങൾ വാങ്ങുന്നതിന് ഒരു നടപടിക്രമമുണ്ട്. ഇന്ത്യ ഒരു നൂതന വ്യോമയാന പ്ലാറ്റ്ഫോം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമം ആരംഭിച്ചിട്ടില്ല. അങ്ങനെയാണ് വിക്രം മിശ്രി തൻ്റെ വാക്കുകൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ അത് ഒരു ശുപാർശയുടെ ഘട്ടത്തിലാണ് എന്ന കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, ഇന്ത്യൻ വ്യോമസേന കൂടുതൽ കരുത്താർജിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നു.